ഡേ ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അനുമോള് ദുബായിൽ പോയപ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അതായത് ആദ്യമായിട്ട് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. ഇതില് ആ സീറ്റുകളുടെ കിടപ്പ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയാണ് തോന്നിയെന്ന് പറയുന്നത്. കാരണം ഈ വീഡിയോ എടുത്തവൻ ആരായാലും അത് അനുമോൾക്കിട്ട് പണി കൊടുക്കാൻ തന്നെയാണ് എടുത്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇമ്മാതിരി ഒരു വീഡിയോ ഒക്കെ എടുത്ത് പുറത്തു വിടുകയും അനുമോൾ അവിടെ സ്റ്റേജിൽ നിൽക്കുന്നു, തിരിച്ച് കാണിച്ചപ്പോഴത്തേക്കും അവിടെ കാണികൾ ആരെയും തന്നെ കാണുന്നില്ല. കുറേയധികം ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കാണുന്നത്. ഇതെന്തൊരു ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്നാലും അനുമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ ഇപ്പോൾ 7 വരെ ആയ ഈ ഒരു സീസണിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിന്നർ, ഇത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥ ഒരു വിന്നർക്കും വന്നിട്ടില്ല എന്ന് പറയണം. എന്തൊക്കെ വിഷയങ്ങളാണ് അനുമോൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. PR-ന്റെ പറയണ്ട, അത് എല്ലാ രീതിയിലും അനുമോളെ അങ്ങ് വലിഞ്ഞു മുറുകി ഒരു എന്താ പറയുക പിടുത്തം കിട്ടാത്ത അവസ്ഥയിലോട്ട് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനുമോൾ പുറത്തിറങ്ങി, എന്താ പറയുക വിജയിയായിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് പോലും അനുമോൾ വിചാരിക്കുന്ന അത്രയുള്ള ഒരു സ്വീകാര്യത എവിടെ നിന്നും കിട്ടുന്നില്ല. പക്ഷെ കുറേയധികം കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ ഭയങ്കര ജനപിന്തുണ കൂടിയാണ് ജയിച്ചത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അങ്ങോട്ട് ഏഷ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ത് ചെയ്യാനെന്ന് പറയാം, ഇങ്ങനെ ഒരു വിന്നറുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. ഇതിന്റെ താഴെ, അതായത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കുറേയധികം കമന്റ്സ് കണ്ടായിരുന്നു. ആ കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും എന്ത് തരം ട്രോളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അനുമോൾക്കെതിരെ. അയ്യോ, അമ്മാതിരി തരത്തിലുള്ള കുറേ കമന്റ്സുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അത് വായിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്നാലും അനുമോൾക്കിട്ട് ആരാടിയെ ഇമാതിരി പണി കൊടുത്തതെന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി. അങ്ങനെ ഒരു വീഡിയോ, കാരണം ഈ ഒരു വീഡിയോ കണ്ട ആരായാലും ചിന്തിച്ചു പോകുന്ന കാര്യം എന്താണ്, ഇത്രയും വലിയ തരത്തിൽ ദുബായിലേക്ക് പോയിട്ട് ഇങ്ങനെ ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക അവാർഡുകൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ ആണല്ലോ അനുമോൾക്ക് ഈ ഒരു തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ആരായാലും ഒന്ന് ചിന്തിച്ചു പോകൂടെ. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടിയിട്ട് ഇമാതിരി ഒരു അവസ്ഥയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്കും രേണു സുധി ദുബായിൽ പോയപ്പോഴത്തേക്ക് ഇതിൻ്റെന്നും ഒക്കെ വമ്പൻ വരവേൽപ്പായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോൾക്കല്ല രേണു സുധിയാണ് ഏറ്റവും കൂടുതൽ തിരക്കായി മാറിയിരിക്കുന്ന ഒരാളെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അനുമോൾ ഇപ്പോൾ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. പകരം രേണു സുധിയാണ് കത്തി കയറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. ഇപ്പോൾ ദുബായിൽ പോയ കാര്യമായാലും രേണു സുധിയുടെ കാര്യമാണ് നല്ല രീതിക്കൊക്കെ ട്രെൻഡിങ്. അത് നെഗായാലും അത് വേറൊരു തരത്തിലുള്ള ട്രെൻഡിങ് ആയി മാറിയത് രേണു സുധിയുടെ കാര്യം തന്നെയാണ്. രേണു സുധി തിരിച്ചു വന്നത്. പക്ഷെ അനുമോളുടെ കാര്യത്തിൽ എന്തോ ഉദ്ഘാടനത്തിനോ കണ്ടൊക്കെയാണ് പോയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരിതും കാണുന്നില്ല. ദുബായ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഇറങ്ങിയ ഒരു വീഡിയോ തന്നെ കാണുമ്പോഴത്തേക്ക് എന്തോ ദയനീയ അവസ്ഥയുടെ ഇത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലോട്ടായി പോയി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അനുമോള് പുറത്തിറങ്ങി വന്നതിന് ശേഷം തുടങ്ങിയ കാര്യങ്ങളാണ് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ തന്നെ. കാരണം അനീഷിന് അനുമോളെ, അതായത് ഒരു വിന്നർക്ക് കിട്ടുന്നതിനേക്കാളും വമ്പൻ വരവേൽപ്പ് അനീഷിന് കിട്ടി. അത് എയർപോർട്ടിൽ വന്നപ്പോഴായാലും തൃശ്ശൂരിലെ സ്വീകരണ ചടങ്ങിലായാലും എല്ലാത്തിനും. അതേസമയം അനുമോള് വന്നിറക്കിയപ്പോഴത്തേക്ക് ഒരു തരത്തിലുള്ള വിചാരിച്ച കണക്കുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു വരവേൽപ്പൊന്നും തന്നെ കണ്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ PR വിനുവും ആ ഒരു സ്പോട്ടിൽ ഉണ്ടായിരുന്നു. PR വിനു ഒപ്പിച്ച ആൾക്കൂട്ടമാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ച് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു വിന്നറെക്കാട്ടിലും കൂടുതൽ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഒരു വമ്പൻ വരവേൽപ്പ് കിട്ടിയത് അനീഷിന് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എയർപോർട്ടിലെ കാര്യം. ഇനി അതെല്ലാം പോട്ടെ, തൃശ്ശൂരിൽ അത് ഇന്നേ വരെ ഒരു സീസണിലെയും കണ്ടസ്റ്റൻസിന് കിട്ടാത്ത തരത്തിലുള്ള ഒരു കിടില സ്വീകരണം അത് അനീഷിന്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അനുമോള് ഈ ഒരു തരത്തിലുള്ള ഒരു സ്വീകരണ ചടങ്ങ് സ്വന്തം നാട്ടിൽ ഒരുക്കി. പക്ഷെ അതില് ശരിക്കും പറഞ്ഞാൽ എത്തിയാ തപ്പിയ ഒരു 10-15 പേര് ഉണ്ടായെന്ന് പറയുന്ന തരത്തിലോട്ടായിരുന്നു ആ കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറയും. സ്വന്തം നാട്ടിൽ പോലും നേരെ ചൊവ്വിയ ആളുകളെ കൊണ്ടുവരാനായിട്ട് പറ്റാത്ത ഒരു വിന്നറായിപ്പോയി അനുമോൾ എന്ന് ആ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സ്വീകരണ ചടങ്ങിൽ പോലും സ്വന്തം നാട്ടിൽ നേരെ ചൊവ്വിയ ഒരു തിക്കി നിറഞ്ഞ ഒരു ആൾക്കൂട്ടത്തെ കാണാനായിട്ട് സാധിച്ചില്ല എന്ന് വേണം എടുത്തു പറയാം. കാരണം അനീഷിന്റെ തൃശ്ശൂരിൽ നടന്ന ആ ഒരു സ്വീകരണ ചടങ്ങ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അനുമോളുടെ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ. ഇതിനുശേഷം ഇപ്പൊ ദുബായിൽ പോയിരിക്കുന്നു. ഉദ്ഘാടനങ്ങൾ കുറേ ഉദ്ഘാടനത്തിനൊന്നും തന്നെ എന്താ പറയാ പ്രതീക്ഷിക്കുന്ന ആളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പോൾ ദുബായിൽ പോയിട്ട് പോലും ദുബായിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ട്രോൾ അനുമോൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. എല്ലാ രീതിയിലും ഒരു വിന്നറിന്റെ
ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അനുമോൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് പോലും പലരും ഇപ്പോൾ ട്രോളായിട്ട് കമന്റ് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് പല വീഡിയോയ്ക്ക് താഴെ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ രേണുസുതിയാണ് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. അനുമോള് ഇപ്പോൾ രേണുസുതിയുടെ അത്ര പോലും ട്രെൻഡിങ് ആവുന്നില്ല എന്നുള്ള തരത്തിലാണ് ഓരോരുത്തർ പറയുന്നത് എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം, വല്ലാത്തൊരു അവസ്ഥ തന്നെ പറയാതിരിക്കാൻ വയ്യ. കാരണം അനീഷിനെ കടത്തി വെട്ടാനായിട്ട് അനുമോള് ചെയ്യുന്ന ഓരോ പരിപാടികളും അത് ഇമാതിരി ഒരു കുളമായി മാറുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്. നടക്കട്ടെ എന്തായാലും.